ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് പൊന്മുടിയിൽ പോകുവാണ് ഗായ്സ്. ഞാൻ നേരത്തെ ഒരു വട്ടം പൊന്മുടിയിൽ പോയിട്ടുണ്ട്. നമ്മൾ പാട്ടൊക്കെ പാടിക്കിന് പോവാനേ. ചെറുപുഞ്ചിരിയും ആമോഹം തേടാൻ ആമോഹം തേടാൻ 5 മണിവരെ അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ നമ്മൾ കാണുന്നിടത്തെല്ലാം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു 4:30 ആയപ്പം ആദ്യത്തെ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 4 മണിവരെ എൻട്രി ഉള്ളൂ. ഇനി മക്കൾ താഴെ പോയി വണ്ടിയോടെ പാർക്ക് ചെയ്ത് 5 മണിക്കുള്ള KSRTCയിൽ അകത്തേക്ക് പൊക്കോളെ, വേറൊരു വഴിയില്ലാന്ന്. പിന്നെ അവിടുത്തെ ഓഫീസറിൻ്റെ അടുത്ത് കുറുകി മെഴുകി അവസാനം പുള്ളിക്കാരൻ നമ്മളെ കയറ്റി വിട്ടു. അകത്ത് കയറിയല്ലോ, ഇനി വേറെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് വീണ്ടും നമ്മുടെ ഓവർ കോൺഫിഡൻസ് തലപൊക്കി. പിന്നെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് കാറൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോവാണേ. റോഡൊക്കെ ഇതാ വളഞ്ഞു തുളഞ്ഞ് ഇങ്ങനെ പോയി. പോകുന്ന വഴിയിൽ നമ്മളൊരു കുരങ്ങൻ്റെ ഫാമിലിയൊക്കെ കണ്ടു. എന്നിട്ട് ഇതാ ഈ സ്ഥലത്തിറങ്ങി നമ്മൾ പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ഹെയർ പിൻ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു, ഇനി നിങ്ങൾ തിരിച്ചു വിട്ടോളൂ. പിന്നെ അവർക്ക് എന്തോ ദയവ് തോന്നിയിട്ട് പറഞ്ഞു പൊക്കോ. വാവ്, അങ്ങനെ നമ്മൾ ദാ പൊന്മുടി ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുന്നു. എനിക്കാണെങ്കിൽ കോടാമഞ്ഞിൽ ഓഹോ, താഴ്വരയിൽ ഓഹോ എന്നൊക്കെ പാടാൻ തോന്നി. പക്ഷെ ഞാൻ പാടിയില്ല. എന്തിനാ വെറുതെ. ലേറ്റ് വെക്കുന്ന ഷൂസൊക്കെ ഇട്ട് എൻ്റെ മോള് ദാ തത്തി മുകളിലേക്ക് കയറി പോകുവാണ്. ഇന്നത്തെ ആങ്ങളുടെ മോളെ എനിക്ക് കൈ പിടിച്ച് നടക്കാനൊന്നും നേരമില്ല. നീ പതുക്കെ തത്തി വാ, എനിക്ക് മുകളിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് തേ കയറിപ്പോളും. അവളുടെ പിറകെ ഞാനും മുകളിൽ കയറി നിരോധിത മേഖല വരെ എത്തി. ഇനി കയറിപ്പോയാൽ എന്നെ ഇവിടെ ആരെങ്കിലും കൂട്ടിയിടും. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടേക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് മഞ്ഞ് കയറി തുടങ്ങിയപ്പോൾ നമ്മൾ താഴേക്ക് പോയി. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ പള്ളിപ്പെരുന്നാൾ പോലെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ വച്ചു പിടിച്ചു. പിന്നെ നമ്മൾ അവിടെയുള്ളൊരു കടയിൽ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചു. ഇവിടെ ഉപ്പിലിട്ടതും ഇടാത്തതും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.